വേടനെ ഒരു സിലബസിൽ നിന്ന് ഒഴിവാക്കിയാൽ വേടൻ ഈ ഒരു നമ്മുടെ കലാപരിസരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഇല്ലാതാകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല പുറത്തേക്കുമൊക്കെ ഇപ്പോൾ വേടൻ എത്രത്തോളം സ്വീകാരനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് ഭാഷകളിലടക്കം വേടൻ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ BA മലയാളം സിലബസിൽ നിന്ന് ആ 3-ാം സെമസ്റ്ററിൽ നിന്ന് പുറത്തായതുകൊണ്ട് അതിലെ ഒരു പാഠഭാഗമായി വേടന്റെ കലാരൂപം ആ ഒരു റാപ്പ് സംഗീതം വന്നില്ല എന്നതുകൊണ്ട് വേടൻ ഒഴിവാക്കപ്പെടും. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വേടനെ ഒഴിവാക്കണോ എന്ന് ചോദിച്ചാൽ വേടനെ ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ ഈ പാഠഭാഗത്ത് നിന്ന് വേടനെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റി അതിൻ്റെ ശുപാർശകൾ കൊടുക്കുകയും അത് ഇപ്പോൾ ഒരു റിപ്പോർട്ടായി പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ MM ബഷീർ, റിട്ടയർഡ് പ്രൊഫസർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അദ്ദേഹമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. MM ബഷീർ കമ്മീഷൻ ഈ പാട്ടുകൾ ഒഴിവാക്കണം എന്നതാണ് എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ. മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒഴിവാക്കണമെന്ന കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. താരതമ്യ പഠനം വിദ്യാർത്ഥികൾക്ക് അസാധ്യമാണ് എന്നതാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഇത് പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള കഴിവില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയില്ല എന്നതാണ് ഈ ഫൈൻഡിംഗ് ആയി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒഴിവാക്കുന്നു, അല്ലാതെ മറ്റു കാരണങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അല്ലെങ്കിൽ സാമൂഹികമായി എന്താണ് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള വിശദമായ ഒരു പഠനമൊന്നും ആ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നതാണ്.